അപകട ഭീഷണിയിലായ മയ്യിൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ മാസ്റ്റർ. നിലവിലെ സ്റ്റേഷനെ ബദൽ സംവിധാനം കണ്ടെത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MLA ഉറപ്പു നൽകി. അപകടാവസ്ഥയിലായ മയ്യിൽ പോലീസ് സ്റ്റേഷൻ തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ മാസ്റ്റർ സന്ദർശിച്ചു. സ്റ്റേഷന്റെ നിലവിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തരമായ ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും MLA ഉറപ്പു നൽകി. വൃത്തിഹീനമായിട്ടുള്ള ഒരു അവസ്ഥ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവാനിടയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഏതായാലും തറക്കല്ലിടൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കെട്ടിടം പണിയുടെ പ്രവൃത്തി ത്വരിതപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അതോടൊപ്പം നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്താം, വിശദമായി തന്നെ ഞാൻ ഇതിൻ്റെ അവസ്ഥ സംബന്ധിച്ച് പെടുത്താം. ബദൽ സംവിധാനം ഉണ്ടാവും നമുക്ക് ആലോചിക്കും. എത്ര കാലം ഇങ്ങനെ തുടരാം. മാത്രമല്ല മറ്റൊരു കെട്ടിടപ്പണി തുടങ്ങിയാൽ തന്നെ 2 വർഷം ഇല്ലാണ്ട് കെട്ടിടം പൂർത്തിയാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നതല്ലോ, നമുക്ക് എവിടെയും കെട്ടിടം കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇത് വളരെ ശോച്യാവസ്ഥ തന്നെ, അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നോക്കാം. ഏതായാലും ഒരു ബദൽ സംവിധാനം വേണം. ഇല്ലെങ്കിൽ ഇനി കെട്ടിടം പൂർത്തിയാകുന്നവർ ഇവർക്ക് ഇരിക്കാനാവില്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ആലോചന നടത്താം. യഥാർത്ഥത്തിൽ സ്ഥലം ഇല്ലാത്തതാണ് ആദ്യത്തെ പ്രശ്നം. ഇപ്പോൾ സ്ഥലം ഉണ്ടായി, തറക്കല്ലിടൽ നടത്തി, പക്ഷെ പണി പിന്നെ സ്പീഡായില്ല. അതിൻ്റെ പിന്നിൽ വേണ്ടത്ര ആരും ശ്രദ്ധിച്ചില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് പണി സ്പീഡാകാതെ പോയത്. ഇനി പണി സ്പീഡാക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ആ പണി പൂർത്തിയാകുന്നത് വരെ ഒരു ബദൽ സംവിധാനം ആലോചിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 1-നുണ്ടായ കനത്ത മഴയിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു. ഓടുകളിളകി താഴേക്ക് പതിച്ച വലിയൊരു അപകടത്തിൽ നിന്നാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് MLAയുടെ അടിയന്തര സന്ദർശനം. കഴിഞ്ഞ 16 വർഷമായി മയ്യിൽ ടൗണിലെ കാലപ്പഴക്കം ചെന്ന വാടക കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ കടുത്ത ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത്. പുതിയ കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തുകയും 2025 ഓഗസ്റ്റ് 12-ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയും ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. MLA നേരിട്ടെത്തി നൽകിയ പുതിയ ഉറപ്പോടെ വർഷങ്ങളായുള്ള തങ്ങളുടെ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മയ്യിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ, മയ്യിൽ.